സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 43. മുറിയുടെ വാതിൽ തള്ളി തുറന്ന് ചെറിയമ്മ വാതിൽക്കൽ തന്നെ നിന്നു. സദാനന്ദൻ ചാരുകസേരയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. രഥോത്സവത്തിന്റെ നടത്തിപ്പിനായി ദിവസങ്ങളോളം ഉറക്കമിളച്ചതിന്റെ ക്ഷീണം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ചെറിയമ്മ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ പുരികങ്ങൾ ചുളിച്ചു. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ചെറിയമ്മയോട് അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൂ. കമലയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിനു ശേഷം അവരോട് സംസാരിച്ചിട്ടേയില്ല. എന്തിനാണ് ചെറിയമ്മ തന്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. ചെറിയമ്മ അധികാരഭാവത്തോടെ ചോദിച്ചു, സദാനന്ദ, നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോട് നീ ഉരിയാടുകയില്ലെന്നറിയാം. നിങ്ങൾക്കൊക്കെ അത് കുറച്ചിലാണെന്നും അറിയാം. ഞാൻ നിന്റെ രണ്ടാനമ്മയാണല്ലോ. രണ്ടാനമ്മമാരെല്ലാം ദുഷ്ടകളാണെന്നുള്ള ഒരു ധാരണയും പരക്കെയുണ്ടല്ലോ. എങ്കിലും അമ്മയുടെ സ്ഥാനം എനിക്കുണ്ടെന്നിരിക്കെ നീ എനിക്ക് മകന് തുല്യനാണ്. എന്തിനാണ് ചെറിയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നോർത്ത് അയാൾ അവരുടെ മുഖത്ത് നോക്കിയിരുന്നു. വല്ലാതെ ദേഷ്യപ്പെട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന് കണ്ടു. പഴയതുപോലെ സമനില തെറ്റിയതാവുമോ എന്ന ഭയം ഉള്ളിലുണ്ടാവുകയും ചെയ്തു. അയാൾ അവരുടെ മുഖത്ത് ചോദ്യഭാവത്തിൽ നോക്കി. കമല അടുത്ത മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ചെറിയമ്മയുടെ സംസാരം ആകാംക്ഷയോടെ കേൾക്കുകയാണ്. ചെറിയമ്മ തുടർന്നു, നിന്നോട് പറഞ്ഞുകൂടാത്തതാണ് സദാനന്ദ ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ പറയാൻ മറ്റാരും ഇല്ലെന്നിരിക്കലെ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എത്ര നാളായി കുട്ടി ആ കമലയെ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് അവൾ നിന്നോട് പറയാൻ തുടങ്ങിയിട്ട്? ഇന്നവൾ കരഞ്ഞു കരഞ്ഞ് ചാകാറായി. സംഗതി ഇതാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സങ്കോചവും ദേഷ്യവും തോന്നി. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? നീ ഇത് തന്നെ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്. കേട്ടിട്ട് മനസ്സുണ്ടെങ്കിൽ അനുസരിക്കുക. നിനക്കൊരു സന്തതി വേണ്ടേ? നിന്റെ വലിയേട്ടത്തി അമ്മയുണ്ടല്ലോ, അവൾ സന്തോഷിച്ച് നടക്കുകയാണ്. നിന്റെ ഭാര്യ പ്രസവിക്കില്ലെന്ന് വിചാരിച്ച്. അവളുടെ മക്കൾ നിങ്ങളുടെ മക്കളാണെന്ന് കരുതിയാൽ മതിയെന്ന് അവൾ കമലയോട് പറയുന്നത് കേട്ടു. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവളാണ്. എങ്കിലും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിന്റെ സ്വത്ത് അവളുടെ മക്കൾക്ക് കൊടുത്താൽ മതിയെന്ന്. നിന്റെ ഭാര്യ പ്രസവിക്കാത്തതിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണവൾ. നിനക്കറിയാമോ അത്? അസുഖം ജനിപ്പിക്കുന്ന പുതിയൊരറിവ് കിട്ടിയതുപോലെ അയാളുടെ മുഖം മ്ലാനമായി. അയാൾ നെറ്റി ചുളിച്ചു. ചെറിയമ്മ തുടർന്നു, നീ കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാ സദാനന്ദ? സമ്പാദിച്ചു കൂട്ടുന്നത് ആർക്കു വേണ്ടി? ലക്ഷ്യമുണ്ടോ നിന്റെ ജീവിതത്തിന്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ സങ്കടപ്പെടേണ്ടി വരും. അയാൾ മറുപടിയൊന്നും പറയാതെ അസ്വസ്ഥനായി ജനാലയിലൂടെ വെളിയിൽ നോക്കിയിരുന്നു. അവർ തുടർന്നു, എന്തായാലും ആ പെൺകുട്ടിയെ ഇനി കരയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഉണ്ടല്ലോ സദാനന്ദ നിനക്ക് കാറും വണ്ടിയുമെല്ലാം. ഞങ്ങളെ പട്ടണത്തിലെ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഡ്രൈവറോട് പറഞ്ഞ് ഇടപാട് ചെയ്യ്. നിനക്ക് പോകാൻ വയ്യെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. അവളെ ഇനി താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ തന്നെ അക്കാര്യം അങ്ങ് നടത്തണം. ഒന്നുകിൽ നീ അവളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോകണം, അതല്ലെങ്കിൽ ഞാൻ അവളെയും കൊണ്ടുപോകും. രണ്ടിലൊന്ന് നാളെ നടക്കണം, പറഞ്ഞേക്കാം. അവർ ഒരു താക്കീതെന്നോണം പറഞ്ഞ് തിരിഞ്ഞു നടന്നു. കമലയെ കണ്ടപ്പോൾ അവർ സ്വരം താഴ്ത്തി പറഞ്ഞു, സദാനന്ദൻ കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോകാം കമലേ, നീ സമാധാനപ്പെട്. നാളെ ഇക്കാര്യം നടത്തിയതിനു ശേഷമേ ഞാൻ ജലപാനം ചെയ്യൂ. അയ്യോ, അങ്ങനെയൊന്നും വാശി പിടിക്കരുത് ചെറിയമ്മേ. ചെറിയമ്മ ആഹാരം കഴിക്കാതിരിക്കരുത്, അതെനിക്ക് വിഷമമാണ്. അവർ മറുപടി പറയാതെ അടുക്കളയിലേക്ക് നടന്നു. സദാനന്ദൻ അസ്വസ്ഥനാവുകയായിരുന്നു. ചെറിയമ്മയോട് അപ്രിയമുണ്ടെങ്കിലും അവരുടെ ഓരോ വാക്കും അയാളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയതുപോലെ. ഇത്ര കാര്യമായിട്ട് സംസാരിക്കാനുള്ള വിവരം ചെറിയമ്മയ്ക്കുണ്ടോ എന്ന് അയാൾ അത്ഭുതപ്പെട്ടു. ഭ്രാന്തി ചെറിയമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ? എന്തായാലും കമലയോട് അവർക്ക് സ്നേഹമുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. അച്ഛൻ വയസ്സുകാലത്ത് കൊണ്ടുവന്ന ഈ സ്ത്രീയെ സ്നേഹിക്കാൻ തനിക്ക് ഒരിക്കലും പറ്റിയില്ല. പക്ഷേ ഇന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിനെ വല്ലാതെ ഇളക്കിക്കളഞ്ഞു. കമല മടിച്ചാണ് ചായയും കൊണ്ട് മുറിയിൽ കയറിയത്. ചെറിയമ്മ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ഒരു വേള അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. ആ ദേഷ്യം മുഴുവൻ ഇപ്പോൾ തൻ്റെ നേർക്കായിരിക്കും
തീർക്കുക. എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്? അവൾ ചായ മേശപ്പുറത്ത് വെക്കവേ പറഞ്ഞു, "ഇതാ ചായ." അയാൾ ശാന്തസ്വരത്തിൽ ചോദിച്ചു, "വലിയേട്ടത്തിയമ്മ അങ്ങനെ പറഞ്ഞോ നിന്നോട്?" ചെറിയമ്മ എന്തൊക്കെയോ സൂചിപ്പിക്കുന്നത് കേട്ടു. അവൾ ഉവ്വെന്ന് തലകുലുക്കി. അയാൾ അല്പസമയം എന്തോ ആലോചിച്ചുകൊണ്ട് കിടന്നു. പിന്നെ കമലയോട് ചോദിച്ചു, "ജയേട്ടത്തിയമ്മയെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു ലേഡി ഡോക്ടർ ഉണ്ട് ടൗണിലാണ്. അവരെ കണ്ടാൽ മതിയോ നിനക്ക്?" ആശ്വാസത്തിന്റെ തണുപ്പ് മഞ്ഞ് പെയ്യുന്നത് പോലെ മനസ്സിൽ പെയ്തിറങ്ങുന്നത് അവൾ അറിഞ്ഞു. "മതി," അയാൾ പറഞ്ഞു. "വാസ്തവത്തിൽ ഇക്കാര്യത്തിന് വേണ്ടി ഒരു ഡോക്ടറെ സമീപിക്കാനുള്ള മടി കാരണമാണ് ഞാൻ ഇതുവരെ അക്കാര്യം ഗൗനിക്കാതിരുന്നത്. ചെറിയമ്മ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് കേട്ടു. പോകാമോ നീ ചെറിയമ്മയുടെ കൂടെ? സ്ഥലമൊക്കെ ഡ്രൈവർക്കറിയാമായിരിക്കും. പോകാം." ഇത് നടന്നതിന് ശേഷമേ ജലപാനം ചെയ്യൂ എന്ന വാശിയിലിരിക്കുകയാണ് ചെറിയമ്മ. "എന്തായാലും ഇനി അത് നാളത്തേക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട. ഇന്ന് ഞാൻ കടയിൽ പോകുന്നില്ല. ഡ്രൈവറോട് വൈകുന്നേരം വരാൻ പറയാം. ഇന്ന് തന്നെ പോയി അവരെ കണ്ടോളൂ." അവൾ പുഞ്ചിരിച്ചു. അവളുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അയാൾ സ്നേഹത്തോടെ ചോദിച്ചു, "സമാധാനമായോ എൻ്റെ ഭാര്യയ്ക്ക്?" "രാവിലെ കരഞ്ഞു കരഞ്ഞ് ചാകാറായെന്ന് ചെറിയമ്മ പറയുന്നത് കേട്ടു. അവർക്ക് പിരിയിളകിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്." അയാൾ ചിരിച്ചു. "കഷ്ടം, അങ്ങനെയൊന്നും പറയരുത് അവരെ." അവൾ പറഞ്ഞു. വൈകുന്നേരം ചെറിയമ്മയും കമലയും കൂടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. അവർ തിരിച്ചെത്തുന്നത് വരെ സദാനന്ദൻ അസ്വസ്ഥനായിരുന്നു. ചെറിയമ്മയുടെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്നത് പോലെ, "ലക്ഷ്യമുണ്ടോ കുട്ടി നിന്റെ ജീവിതത്തിന്? നീ സമ്പാദിച്ചു കൂട്ടുന്നത് ആർക്കു വേണ്ടി?" മനസ്സാകെ അലങ്കോലമായതുപോലെ. ഡോക്ടറുടെ ഉപദേശം എന്തായിരിക്കും? കമല ഇനി പ്രസവിക്കില്ലേ? കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പേ മുതലേ അവൾ തന്നോട് ഇക്കാര്യം പറയാൻ തുടങ്ങിയതാണ്. അന്നേ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതായിരുന്നു. വീഴ്ചയുണ്ടായത് തന്റെ ഭാഗത്തു നിന്ന് തന്നെ. ഇനി ഒരു വേള അവൾക്ക് തകരാറൊന്നുമില്ലെന്ന് പറഞ്ഞാലോ? അപ്പോൾ തന്റെ തകരാറായിരിക്കുമോ? വലിയേട്ടത്തിയമ്മ ദുരാഗ്രഹിയാണ്. ചെറിയമ്മ പറഞ്ഞത് ശരിയാണ്. തനിക്ക് മക്കളുണ്ടായില്ലെങ്കിൽ തന്റെ സ്വത്ത് വലിയേട്ടന്റെ മക്കൾക്ക് കിട്ടുമെന്ന കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കും അവർക്ക്. അതുകൊണ്ടായിരിക്കും തനിക്ക് മക്കളുണ്ടാകാത്തതിനെക്കുറിച്ച് ഏട്ടന്മാർ ഇന്നുവരെ എന്തെങ്കിലും പറയുകയാവട്ടെ, ചോദിക്കുകയാവട്ടെ, ഉപദേശിക്കുകയാവട്ടെ ഉണ്ടായിട്ടില്ല. അസ്വസ്ഥ ചിന്തകൾ അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. തുളസിത്തറയ്ക്കപ്പുറത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അവരെത്തി. വിവരം കേൾക്കാൻ അയാൾ അക്ഷമയോടെ കാത്തിരുന്നു. കമല മുറിയിലെത്തിക്കഴിഞ്ഞു. അയാൾ ധൃതിയിൽ ചോദിച്ചു, "ഡോക്ടർ എന്തു പറഞ്ഞു?" "കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് പറഞ്ഞു." "അതിനെപ്പോഴാണ് പോവേണ്ടത്?" "ഇനി താമസിപ്പിക്കേണ്ട." കമല പുഞ്ചിരിച്ചുകൊണ്ടാണെങ്കിലും കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. "ഇപ്പോഴാണ് ചൂടുണ്ടായത് അല്ലേ?" ചെറിയമ്മ വന്ന് കാര്യമായി പറഞ്ഞപ്പോൾ, "നിങ്ങളുടെ വലിയേട്ടത്തിയമ്മയേക്കാൾ സ്നേഹമുള്ളവരാണ് ചെറിയമ്മയെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ?" അയാൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കമല അടുക്കളയിൽ ചെന്നു. ആദ്യം ചെയ്തത് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ച് ചെറിയമ്മയ്ക്ക് കൊടുക്കുകയാണ്. അവർ രാവിലെ മുതൽ പട്ടിണിയാണ്. വളരെ നാളുകൾക്ക് ശേഷം കമല ഇന്ന് സ്വസ്ഥമായ മനസ്സോടെ ഉറങ്ങി. "ഏതിനും ഒരു സമയമുണ്ട് മോളെ" എന്ന് തന്റെ അച്ഛൻ അന്ന് പറഞ്ഞത് അവൾ പലകുറി ഓർമ്മിച്ചു. വെളുപ്പിനെ ഉണർന്ന് അടുക്കളയിലെത്തിയപ്പോൾ ചെറിയമ്മ കുളി കഴിഞ്ഞ് പുതിയ ചേല ചുറ്റി ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു. ചെറിയമ്മ വീട്ടിൽ നിന്നും എങ്ങും പോവുക പതിവില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ പുറംലോകം കാണുന്നതെന്ന് ആശുപത്രിയിൽ പോകാൻ ഇറങ്ങവേ അവർ പറയുന്നത് കേട്ടു. "നീ ഉണർന്നു വരുന്നതും നോക്കി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ," ചെറിയമ്മ പറഞ്ഞു. കമല അത്ഭുതത്തോടെ ചോദിച്ചു, "ഇത്ര വെളുപ്പിനെ കുളിയും കഴിഞ്ഞോ? എങ്ങോട്ട് പോകാനാണ് ഒരുങ്ങിയത് ചെറിയമ്മേ ഇന്ന്? എനിക്ക് അതിശയം തോന്നുന്നല്ലോ." അവർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, "മറ്റന്നാളല്ലേ കുട്ടി നിനക്ക് ആശുപത്രിയിൽ പോകേണ്ടത്? അവർ നടത്തുന്ന ചികിത്സ ഫലിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. 41 ദിവസം ഞാൻ കുളിച്ചു തൊഴാമെന്ന് നേർന്നിരിക്കുകയാണ്." കമലയുടെ കണ്ണുകൾ ഈറനായി. ഈ സ്ത്രീയുടെ ഹൃദയത്തിന്റെ നൈർമല്യം, കറയില്ലാത്ത സ്നേഹം. ചെറിയമ്മ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "കമലേ, എൻ്റെ അച്ഛൻ വിഷ്ണു ക്ഷേത്രത്തിലെ താഴ്ന്ന ജോലിക്കാരനായിരുന്നു. ഒരു കുചേല ബ്രാഹ്മണൻ. ക്ഷേത്രത്തിലെ നേതിച്ചോറ് ഉണ്ടും പൂജാപാത്രങ്ങളും നിവേദ്യപാത്രങ്ങളും തേച്ചു കഴുകിയുമാണ് ഈ നാട്ടിലെത്തുന്നതുവരെ ഞാൻ കഴിച്ചുകൂട്ടിയത്.
തേച്ചുമിനുക്കിയ പാത്രങ്ങൾ നമസ്കാര മണ്ഡപത്തിൽ കമഴ്ത്തിയിടുമ്പോൾ വിഷ്ണുവിന്റെ വിഗ്രഹത്തിൽ നോക്കി കൈകൂപ്പുമെന്നല്ലാതെ യാതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ക്ഷേത്രത്തിലെ അന്തേവാസിയെപ്പോലെ കഴിഞ്ഞിരുന്ന എനിക്ക് ഭഗവാൻ എന്തെങ്കിലും വരം തരാതിരിക്കുമോ? ഒരു ജന്മത്തിലെ പ്രാർത്ഥനാശക്തി മുഴുവൻ സ്വരൂപിച്ച് ഞാൻ വിഷ്ണുവിനോട് ഒരു വരം ചോദിച്ചിരിക്കുകയാണ് കുട്ടി. ഒരേ ഒരു വരം മാത്രം. സദാനന്ദന് ഒരു ഉണ്ണി പിറക്കണം. ആണാവട്ടെ പെണ്ണാവട്ടെ ഏതെങ്കിലും ഒന്ന് പിറക്കണം. വേലക്കാരികൾ തൂത്തിടുന്ന മുറ്റം അതേപടി നിൽക്കുന്നത് കണ്ടോ? അതൊന്ന് അലങ്കോലമാക്കാൻ 2 കുഞ്ഞിക്കാലുകൾ ഇവിടുണ്ടാവണം. ഞാൻ അത് ആവശ്യപ്പെടാൻ പോവുകയാണ് വിഷ്ണുവിനോട്. അധികാരത്തോടെ തന്നെ അവരുടെ കൺകോണുകൾ ചുവന്നു വന്നു. മുല്ലപ്പൂ നിറച്ച പൂക്കൂടെ എടുത്ത് അവർ ധൃതിയിൽ നടന്നു നീങ്ങി. അടുക്കളയിൽ ഇപ്പോൾ ജോലി വളരെ കുറവാണ്. പാചകമൊക്കെ ചെറിയമ്മ തന്നെ. ജോലി കഴിഞ്ഞാലും ധാരാളം സമയം ബാക്കിയുണ്ട് താനും. പ്രാതൽ കഴിഞ്ഞ് സദാനന്ദൻ ജോലിക്ക് പോയതിനു ശേഷമാണ് ചെറിയമ്മ മടങ്ങി വന്നത്. കമല ചോദിച്ചു, ചെറിയമ്മ എത്താൻ താമസിക്കുന്നതെന്താണെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. താമസിച്ചു പോയി ഞാൻ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോയത്. ഗർഭഗൃഹത്തിലേക്ക് നോക്കി നിന്ന് കമലെ കുറച്ചേറെ നേരം. ഞാൻ ഭഗവാനോട് ചോദിക്കുകയായിരുന്നു, കമലെ, നിന്റെ തിരുമുറ്റത്ത് കിടന്നു വളർന്ന ഈ എനിക്ക് വേണ്ടി എന്തെല്ലാം അനുഭവങ്ങൾ നീ നീക്കി വെച്ചിരുന്നു. എന്റെ കാര്യത്തിൽ മാത്രം നീ എന്താ വെറും ശില തന്നെയായി പോയെന്ന്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, പലവരു പ്രദക്ഷിണം വെച്ചു. നിനക്ക് കിട്ടാൻ പോകുന്ന ചികിത്സ ഫലിക്കണേ എന്ന് യാചിച്ചു. വിഷ്ണുവിന് ഞാൻ ഇരിക്കപ്പുറത്ത് കൊടുക്കില്ല. കമലെ, ആ ശിലയെ ഞാൻ ഇളക്കും. എന്റെ തപസ്സുകൊണ്ട് നീ കണ്ടോളൂ. അവർ ചിരിച്ചുകൊണ്ട് പൂക്കുടയിൽ നിന്ന് പ്രസാദമായി കിട്ടിയ നന്ദ്യാർവട്ട പൂക്കൾ കമലയ്ക്ക് കൊടുത്തു. കമലെ, ദൈവം നിനക്ക് സന്തോഷം തരാതിരിക്കില്ല കുട്ടി. കമല അവരുടെ മുഖത്ത് നോക്കി. ഒരു യോഗിനിയുടെ പരിശുദ്ധിയും ചൈതന്യവും അവരുടെ മുഖത്തുണ്ടായിരുന്നു. തന്റെ ആദ്യ രാത്രിയിൽ ജനാലയ്ക്കപ്പുറത്ത് കണ്ട തന്നിൽ ഭീതി ഉളവാക്കിയ ആ പ്രാകൃത രൂപം തന്നെയോ ഇത്? വിശ്വസിക്കാൻ പോലും പ്രയാസം. എന്തൊരു തേജസ്! തന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന നന്ദ്യാർവട്ടപ്പൂക്കളുടെ പരിശുദ്ധി അവരുടെ ഹൃദയത്തിനുണ്ടെന്ന് കമലയ്ക്ക് തോന്നി. അവരുടെ കണ്ണുകളിൽ നിന്നും സ്നേഹത്തിന്റെ രശ്മികൾ നീണ്ടുവന്ന് തന്നെ തഴുകുന്നു. ചെറിയമ്മേ, അവൾ ഗദ്ഗതത്തോടെ അവരുടെ ചുമലിൽ തല ചായ്ച്ചു. ചെറിയമ്മ വാത്സല്യത്തോടെ അവളുടെ തല തഴുകിക്കൊണ്ടിരുന്നു. അധ്യായം 44. 2 ദിവസം മാത്രമേ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നുള്ളൂ. 3-ാം ദിവസം ഉച്ചയ്ക്ക് മുൻപ് തന്നെ വീട്ടിലെത്തുകയും ചെയ്തു. ചെറിയമ്മ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസങ്ങളിലും രാവിലെ ക്ഷേത്രത്തിലേക്കുള്ള പോക്കും വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തലും ചെറിയമ്മ മുടക്കിയില്ല. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ അവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ സദാനന്ദൻ കാർ അയച്ചിരുന്നു. ചികിത്സ കഴിഞ്ഞെത്തിയപ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷകളുടെ മുട്ടുകൾ രൂപം കൊണ്ടു. ആ മുട്ടുകൾ വിരിയണേ എന്ന പ്രാർത്ഥന നിദ്രയിലും ജാഗ്രത്തിലും മനസ്സ് ഉരുവിട്ടുകൊണ്ടിരുന്നു. ചെറിയമ്മ ശുഭപ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അവർ അസ്വസ്ഥയാവുന്നില്ല. രാവിലെ കമല എഴുന്നേറ്റ് അടുക്കളയിൽ എത്തുന്നതിന് മുൻപ് അവർ ക്ഷേത്രത്തിൽ പോയി കഴിയും. തിരിച്ചെത്തി പ്രസാദം കമലയുടെ കയ്യിൽ വെച്ച് കൊടുക്കവേ എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. ഇന്നും അവർ പറഞ്ഞു, വിഷ്ണു കേൾക്കാണ്ടിരിക്കുവോ എന്റെ പ്രാർത്ഥന? 41 ദിവസത്തിനകം ഞാൻ വിചാരിച്ചത്, ഞാൻ യാചിച്ചത് എനിക്ക് സാധിച്ചു തരണം. ഇല്ലെങ്കിൽ അങ്ങനെയൊരു ശക്തിയില്ലെന്ന് കരുതും ഞാൻ. സദാനന്ദൻ വീണ്ടും ബിസിനസ് കാര്യങ്ങളിൽ മുഴുകിയെങ്കിലും ഉള്ളുകൊണ്ട് അല്പം അസ്വസ്ഥനാണ്. പരീക്ഷാഫലം കാത്തിരിക്കുന്ന കുട്ടിയുടേതുപോലുള്ള അസ്വസ്ഥത. ഇന്നു വന്ന കത്തുകളിൽ ഒന്ന് കമലയ്ക്കാണ്. മേൽവിലാസം സീമന്തിനിയുടെ കൈപ്പടയിൽ. 2 വർഷങ്ങളായി അവളിൽ നിന്നും എന്തെങ്കിലും അറിഞ്ഞിട്ട്. അന്ന് അവളുടെ വീട്ടിൽ വെച്ച് കണ്ടതിന് ശേഷം അവളെക്കുറിച്ച് യാതൊരു വിവരവും അറിയാൻ പറ്റിയിട്ടില്ല. അച്ഛൻ്റെ കത്തുകളിലൂടെ പോലും അവളുടെ കുടുംബത്തെക്കുറിച്ചുള്ള സൂചനകൾ ഒന്നും കിട്ടാറില്ല. അച്ഛന് അങ്ങോട്ട് പോകാനുള്ള സൗകര്യമൊന്നും കിട്ടാറില്ലായിരിക്കും. താനും അവൾക്ക് എഴുതാറില്ല. എഴുതാനുള്ള സന്തോഷം മനസ്സിന് കിട്ടാത്തത് കൊണ്ട് തന്നെ. കമല ധൃതിയിൽ കത്ത് തുറന്നു വായിച്ചു. പഴയതുപോലെ ദുർഗ എന്ന് പേര് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. കൂടുതലൊന്നും എഴുതിയിട്ടില്ല. മകനെ എഴുത്തിനിരുത്തിയെന്നും അവൻ അക്ഷരങ്ങൾ എഴുതാൻ വേഗം പഠിക്കുന്നുണ്ടെന്നും എഴുതിയിട്ടുണ്ട്. കത്തിലെ അവസാന വാചകങ്ങൾ, നിങ്ങളെയൊക്കെ കാണാൻ കൊതിയാവുന്നു ചേച്ചി. ചേച്ചിയുടെ ചെറിയമ്മയ്ക്ക് സുഖം തന്നെയല്ലേ?
കാണണമെന്നും ധാരാളം കാര്യങ്ങൾ സംസാരിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാണ്? കത്ത് വായിച്ചു തീർന്നപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. എത്രയകലെ ഒറ്റപ്പെട്ട് കഴിയുകയാണവൾ. സ്വന്തം വീട്ടിൽ വരണമെന്നും അമ്മയെ കാണണമെന്നും അവൾക്ക് ആഗ്രഹം കാണും. ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ കാണാൻ കഴിയാതെ അവൾ ആ കാട്ടുപ്രദേശത്ത് കഴിയുന്നു. രവീന്ദ്രന് വേറെ ഉദ്യോഗം കിട്ടിയ ലക്ഷണമൊന്നുമില്ല. കിട്ടിയിരുന്നെങ്കിൽ കത്തിൽ എന്തെങ്കിലും സൂചിപ്പിക്കുമായിരുന്നു. ഒന്നാലോചിച്ചാൽ വളരെ സങ്കടകരമാണ് അവളുടെ ജീവിതം. വമ്പിച്ച സ്വത്തിന്റെ അവകാശിയായിരുന്നിട്ടും അനുഭവിക്കാനുള്ള ഭാഗ്യം ഒട്ടും ഇല്ലാതായിപ്പോയി. കമല കത്തുമായി അടുക്കളയിൽ ചെന്നു. ചെറിയമ്മ പച്ചക്കറി നുറുക്കുകയാണ്. "ചെറിയമ്മേ, ഒരു സന്തോഷവാർത്ത പറയട്ടെ?" അവർ പുഞ്ചിരിച്ചുകൊണ്ട് ആകാംക്ഷയോടെ കമലയുടെ മുഖത്ത് നോക്കി. "സീമന്തിനിയുടെ കത്ത് വന്നിട്ടുണ്ട്." "ഓ, എത്ര നാളായി ദൈവമേ! എന്തെഴുതിയിരിക്കുന്നു? സുഖമല്ലേ അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും?" അവർ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. മോനെ എഴുത്തിനിരുത്തിയെന്നും അവൻ വേഗം വേഗം അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ടെന്നും എഴുതിയിട്ടുണ്ട്." "എന്നെക്കുറിച്ച് അന്വേഷിച്ചില്ലേ അവൾ?" "പിന്നെ ചെറിയമ്മയെ അന്വേഷിക്കാതിരിക്കുമോ അവൾ?" "എല്ലാവരെയും കാണണമെന്ന് തോന്നുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്." "പാവം, എത്ര വർഷമായി അവൾ നമ്മളെയൊക്കെ കണ്ടിട്ട്?" ചെറിയമ്മ നെടുവീർപ്പോടെ പറഞ്ഞു. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവർ പറഞ്ഞു. "സദാനന്ദന് വിരോധമൊന്നും തോന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ അവൾക്ക് എഴുതാമായിരുന്നു. പക്ഷേ സദാനന്ദന് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല." "അതെനിക്കറിയില്ല ചെറിയമ്മേ. കത്തുകൾ വന്ന കാര്യം പോലും ഞാൻ അറിയിക്കാറില്ല. എനിക്ക് ഭയമാണ് പറയാൻ." "വേണ്ട കമലേ, നീ ഇക്കാര്യമേ പറയണ്ട. അവൻ എന്തെങ്കിലും കലഹമുണ്ടാക്കിയാൽ പിന്നെ നിന്റെ മനസ്സമാധാനം നശിക്കും. വേണ്ട. എന്നെങ്കിലും ദൈവം ഇടയാക്കുമ്പോൾ വരട്ടെ. എവിടെയെങ്കിലും സുഖമായി കഴിയുകയാണല്ലോ അവൾ. അത് മതി." അവർ ശാന്തസ്വരത്തിൽ പറഞ്ഞു. രാത്രി അത്താഴം കഴിഞ്ഞ് ഉറക്കറയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു സദാനന്ദൻ. കമല അടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു. സീമന്തിനിയുടെ വിഷയം എടുത്തിട്ടാലോ എന്ന് അവൾ ചിന്തിച്ചു. ഭർത്താവിന്റെ പ്രതികരണം ഇപ്പോൾ എന്തായിരിക്കുമെന്നറിയാൻ അവൾക്ക് ആകാംക്ഷയുണ്ട്. പഴയ വെറുപ്പും ദേഷ്യവുമൊക്കെ അയഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമോ? അങ്ങനെയെങ്കിൽ അവളെ ഇങ്ങോട്ട് ക്ഷണിക്കാനുള്ള ആലോചന തുടങ്ങാമായിരുന്നു. എങ്ങനെയാണ് സംസാരം തുടങ്ങേണ്ടതെന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പതിവിന് വിപരീതമായി ഭാര്യ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ സദാനന്ദൻ ചോദിച്ചു. "നീ എന്താണ് ആലോചിക്കുന്നത്? വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുകയാണെന്ന് തോന്നുന്നല്ലോ." അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇന്ന് സീമന്തിനിയുടെ കാര്യം പറഞ്ഞ് ചെറിയമ്മ വളരെയേറെ വിഷമിച്ചു. പാവം, ഒന്നോർത്താൽ കഷ്ടമാണ്. ആകെ ഒരു മകൾ. അവളുടെ അവസ്ഥ അങ്ങനെയുമായി. അയാൾ നീരസത്തിൽ അവളുടെ മുഖത്ത് നോക്കി എന്തോ പറയാൻ ഭാവിച്ചിട്ട് പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചതുപോലെ മൗനിയായി പത്രത്തിൽ നോക്കിയിരുന്നു. മേശപ്പുറത്ത് കിടന്ന വാരികയെടുത്ത് താളുകൾ മറിച്ചു നോക്കിയവേ കമല ആത്മഗതമെന്നോണം പറഞ്ഞു. "ഒരിക്കൽ അച്ഛൻ എവിടെയോ വെച്ച് അവളെ കണ്ടുവെന്ന് എനിക്ക് എഴുതിയിരുന്നു. എവിടെ വെച്ചാണ് കണ്ടതെന്നറിയില്ല. അവൾക്കിപ്പോൾ ഒരു മോനുണ്ടത്രേ." വീണ്ടും മൗനം. അയാളുടെ മുഖത്ത് നീരസത്തിന്റെ നിഴൽ വീണിരുന്നു. കാലുകൾ വിറപ്പിച്ചുകൊണ്ട് അയാൾ പത്രത്തിൽ തന്നെ കണ്ണുകൾ നട്ടിരുന്നു. ഉള്ളിൽ ഭയം പടർന്നുവെങ്കിലും കമല സ്വരം നന്നേ താഴ്ത്തി പറഞ്ഞു. "ഇനിയിപ്പോൾ അവൾ ഇവിടെ വരുന്നതുകൊണ്ടെന്താ? വിളിച്ചാൽ അവൾ കണിശമായി വരും. ചെറിയമ്മയുടെ വിഷമമെങ്കിലും തീരുമല്ലോ അവൾക്കും." "കമലേ!" അതൊരു ഗർജനമായിരുന്നു. ഉള്ളിൽ ഇത്രയും കോപം ഒതുക്കി വച്ചാണ് മൗനിയായി ഇരുന്നതെന്നറിഞ്ഞില്ല. അയാളുടെ ശബ്ദത്തിന്റെ മൂർച്ച അവളെ ഞെട്ടിച്ചു. അവൾ ഭയത്തോടെ അയാളെ നോക്കി. അവളുടെ നേർക്ക് ചൂണ്ടുവിരൽ ഊന്നിക്കൊണ്ട് അയാൾ കർശന സ്വരത്തിൽ പറഞ്ഞു. "ശബ്ദിച്ചു പോകരുത് ഇനി അവളുടെ കാര്യം. ഇനി അവളെ ഇവിടെ വിളിച്ചു വരുത്താനാണ് ഭാവം. വല്ലവന്റെയും പിറകെ ഒളിച്ചോടിപ്പോയി പിഴച്ചു പെറ്റവൾ. ചെറിയമ്മയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ലെങ്കിൽ മകളെ അന്വേഷിച്ചു ചെന്ന് അവളുടെ കൂടെ പോയി താമസിക്കട്ടെ." അയാൾ പത്രം വലിച്ചെറിഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കട്ടിലിൽ കിടക്കവേ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. "എന്തു പറഞ്ഞാലും സാധിച്ചു തരുന്നതുകൊണ്ട് എന്തും എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്നായിരിക്കും. ചെറിയമ്മയെ കൂടെ താമസിപ്പിക്കാമെന്ന് നീ പറഞ്ഞു. ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഇനി മകളെയും അവനെയും വീട്ടിൽ വിളിച്ചു വരുത്തണമെന്നായിരിക്കും ഭാവം അല്ലേ? കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ പാവ കളിപ്പിക്കാമെന്നാണോ?" ഭർത്താവ് മുൻകോപിയാണെന്നറിയാം. എങ്കിലും ഇത്രയേറെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഭയവും സങ്കടവും അവളെ വല്ലാതെ അവശയാക്കി. എഴുന്നേറ്റ് ചെന്ന് കട്ടിലിൽ കിടക്കാൻ പോലും ഭയം തോന്നി.
അയാളുടെ കോപം അല്പം ആറുന്നതുവരെ അവൾ നിശബ്ദയായിരുന്നു. പിന്നെ അവൾ സാവധാനം എഴുന്നേറ്റ് ചെന്ന് അയാളുടെ അടുത്തിരുന്നു. അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു, "ഇത്രയേറെ ദേഷ്യപ്പെടാൻ എന്തുണ്ടായി? അവളെ വിളിച്ചാൽ വരുമായിരിക്കുമെന്ന് പറഞ്ഞതെന്നല്ലാതെ വിളിക്കുകയോ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്." അയാൾ കുറേ നേരം മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടന്നു. പിന്നെ സ്വരം താഴ്ത്തി ഗൗരവം വിടാതെ പറഞ്ഞു, "എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇനി പോട്ടെ, ലൈറ്റ് അണച്ച് കിടക്ക്." സീമന്തനിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇത്ര ദേഷ്യമുണ്ടായ സ്ഥിതിക്ക് അവളുടെ കത്തുകൾ വരാറുണ്ടെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നവൾ ഓർത്തു. ആകാംക്ഷയുടെ അസ്വാസ്ഥ്യം ജനിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നുകൾ വളരെ കൃത്യമായി കമല കഴിക്കുന്നുണ്ട്. ഭർത്താവ് ഒട്ടും മറക്കാതെ അക്കാര്യം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ചെറിയമ്മയുടെ മനസ്സ് സദാ വിഷ്ണു ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ടിരുന്നു. 41 ദിവസത്തെ വഴിപാട് തീരാൻ ഇനി അധിക ദിവസങ്ങളില്ലെന്ന് അവൾ ഓർത്തു. കലണ്ടറിൽ കഴിഞ്ഞ മാസം വരച്ച ചുവന്ന വൃത്തത്തിനുള്ളിലോ തീയതി കമല നോക്കി. ഈ മാസത്തെ താളിലും അങ്ങനെയൊരു വൃത്തം വരയ്ക്കേണ്ടി വരുമോ എന്ന് അവൾ ഭയത്തോടെ ചിന്തിച്ചു. അവൾ കാത്തിരുന്നു. ഇല്ല, അവളുടെ ഭയത്തെ പാടെ മായ്ച്ചുകൊണ്ട് പ്രതീക്ഷിച്ച തീയതി തെറ്റിയിരിക്കുന്നു. 1, 2, 3, 4. കമലയുടെ മനസ്സിൽ ആദ്യത്തെ പൂമൊട്ട് വിരിഞ്ഞു. ദൈവമേ, ഞാൻ സന്തോഷിക്കട്ടെയോ, എന്നെ നിരാശയിലേക്ക് വലിച്ചെറിയരുതേ, അവൾ പ്രാർത്ഥിച്ചു. കുറേ ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം ചെറിയമ്മയോടും ഭർത്താവിനോടും സൂചിപ്പിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു. 41-ാം ദിവസം ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വന്ന ചെറിയമ്മയോട് കമല പറഞ്ഞു, "ചെറിയമ്മയുടെ വഴിപാട് കഴിഞ്ഞു അല്ലേ?" ഇന്ന് 41-ാം ദിവസമാണ്. അവൾ ചെറിയമ്മയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് അതീവ സന്തോഷത്തോടെ പറഞ്ഞു. ആവശ്യപ്പെട്ട വരം ചെറിയമ്മയ്ക്ക് വിഷ്ണു തന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. ചെറിയമ്മയുടെ മുഖത്ത് പൊടുന്നനെയുണ്ടായ ഭാവം വാക്കുകൾക്ക് അതീതമായിരുന്നു. അവരുടെ കണ്ണുകൾ സജലമായി. "അതെയോ എൻ്റെ പൊന്നുമോളെ." അവർ ഒരേ സമയത്ത് പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തു. "ഞാൻ പറഞ്ഞില്ലേ, ആ ശിലയെ എൻ്റെ തപസ്സുകൊണ്ട് ഞാൻ ഇളക്കുമെന്ന്." ഇക്കുറി സദാനന്ദൻ തന്നെയാണ് കമലയെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയത്. പരിശോധനയ്ക്ക് ശേഷം കമല ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സദാനന്ദന്റെ മുഖത്ത് ലോകം മുഴുവൻ കീഴടക്കിയ ഭാവമായിരുന്നു. വീട്ടിൽ തിരിച്ചു വന്ന കമല ചെറിയമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മനസ്സ് നിറഞ്ഞ ആനന്ദത്തിന്റെ ഓളങ്ങൾ. തേക്കുംകാട് മഠത്തിലെ ഓരോ മൺതരിയോട് പോലും അവൾക്ക് ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയണമെന്ന് തോന്നി. വിശേഷം വീട്ടിലെഴുതി അറിയിച്ചു. ഈ വിവരം എങ്ങനെയെങ്കിലും സീമന്തനിയെ കൂടി അറിയിക്കണമെന്ന് അച്ഛന് പ്രത്യേകം എഴുതി. കത്ത് കിട്ടിയ ഉടൻ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കമലയെ കാണാൻ വരികയും ചെയ്തു. ദിവസങ്ങൾക്ക് വേഗത പോരെന്ന് കമലയ്ക്ക് തോന്നി. മാസങ്ങൾ വേഗം കടന്നുപോയെങ്കിൽ എന്നവൾ ആശിച്ചു. പുംസവനവും സീമന്തനവും എല്ലാം വിധിപ്രകാരം അങ്ങേയറ്റം ആർഭാടത്തോടെ തന്നെ സദാനന്ദൻ നടത്തി. ആദ്യത്തെ പ്രസവമായതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ അച്ഛൻ തയ്യാറായെങ്കിലും സദാനന്ദന് കമലയെ വിടാൻ ഇഷ്ടമല്ലായിരുന്നു. ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുടെ ആശുപത്രിയിൽ വെച്ച് തന്നെ മതി പ്രസവമെന്ന് അയാൾ നിർബന്ധമായി പറഞ്ഞു. ഒരമ്മ മകളെ ശുശ്രൂഷിക്കുന്നത് പോലെ ചെറിയമ്മ കമലയെ ശുശ്രൂഷിച്ചതുകൊണ്ട് നാട്ടിൽ പോകാൻ കഴിയാത്തതിലുള്ള വിഷമം കമലയ്ക്കുണ്ടായില്ല. കാത്തിരുന്ന നിമിഷം അടുത്തെത്തിക്കഴിഞ്ഞു. കമലയെ പ്രസവ മുറിയിൽ കൊണ്ടുപോയപ്പോൾ ചെറിയമ്മ മുറിയുടെ വാതിൽക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മുറിയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരുന്ന കമലയുടെ ഞരക്കം അവരുടെ കണ്ണുകളെ ഈറനാക്കി. ആശുപത്രി മുറ്റത്തെ മരത്തണലിൽ കാറിൽ ചാരിക്കൊണ്ട് സദാനന്ദൻ തീർത്തും അസ്വസ്ഥനായി നിന്നു. ചെറിയമ്മയുടെ ധ്യാനത്തിന്റെ ഏതോ മുഹൂർത്തത്തിൽ നേഴ്സ് വാതിൽ തുറന്ന് അവരോട് മന്ത്രിച്ചു. "പ്രസവിച്ചു, പെൺകുട്ടിയാണ്." "കമല എന്തു ചെയ്യുന്നു?" "രണ്ടുപേരും സുഖമായി കിടക്കുന്നു." കുഞ്ഞിന്റെ കരച്ചിൽ മുറിക്കകത്തും പുറത്തും ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ചെറിയമ്മ ഈശ്വരനിൽ അനന്തകോടി സ്തോത്രങ്ങൾ അർപ്പിച്ചു. അവർ മുറ്റത്തേക്കോടി. സദാനന്ദൻ ഉദ്യോഗത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. "സദാനന്ദ, നിനക്കൊരു മകൾ ജനിച്ചിരിക്കുന്നു." അയാൾ അവരോട് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രകാശം അവരുടെ മുഖത്ത് സ്ഫുരിച്ചു. മുറിയുടെ മുന്നിലെത്തിയ ചെറിയമ്മയുടെ കയ്യിൽ നേഴ്സ് വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ കുഞ്ഞിനെ വെച്ചുകൊടുത്തു. ഒരു നിധി കിട്ടിയ സന്തോഷത്തോടെ അവർ അതിന്റെ നെറ്റിയിൽ ചുംബിച്ചു. പ്രസവ മുറിയിൽ നിന്നും
വാടക മുറിയിൽ കൊണ്ട് കിടത്തിയ കമല ചെറിയമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. ജയേട്ടത്തിയമ്മയുടെ കുഞ്ഞിനെ പോലെ സ്വർണ്ണ നിറത്തിലുള്ള കുഞ്ഞ്, കറുത്ത മുടി, അഴകിന്റെ ഒരു നുറുങ്ങ്. ചെറിയമ്മയുടെ പിന്നിൽ നിന്നുകൊണ്ട് സദാനന്ദൻ കുഞ്ഞിനെ ആർത്തിയോടെ നോക്കി. പിന്നെ കമലയെ നോക്കി തൃപ്തിയോടെ ചിരിച്ച് മുറിയിൽ നിന്നിറങ്ങി. ചെറിയമ്മ കമലയെ നോക്കി പറഞ്ഞു, നോക്കൂ കമലേ, വിഷ്ണു എനിക്ക് തന്ന വരം എന്തു ഭംഗിയായിരിക്കുന്നു. എന്റെ തങ്കക്കുടമാണിത്, എന്റെ പൊന്നും കുടം, എന്റെ മാണിക്യം, എന്റെ മുത്ത്. ലോകത്തിൽ ചെറിയമ്മയ്ക്കറിയാവുന്ന നല്ലതും വിലപിടിപ്പുള്ളതുമായ എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞുകൊണ്ട് അവർ അതിനെ മാറോടണച്ച് പിടിച്ചു. കമലയുടെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. അധ്യായം 45. കുഞ്ഞിന്റെ നാമകർമ്മം ഒരു വലിയ ചടങ്ങായി തന്നെ നടത്താൻ സദാനന്ദൻ തീരുമാനിച്ചു. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം സംബന്ധിപ്പിച്ച് നടത്തുന്ന ഒരു ചടങ്ങ്. തേക്കുംകാട് മഠത്തിൽ ഒരു സായാഹ്നത്തിൽ ആളുകൾ നിറഞ്ഞു. വലിയേട്ടനും സേതുവേട്ടനും അവരുടെ കുടുംബങ്ങളും നേരത്തെ തന്നെ എത്തി. മാവിലത്തോരണവും പൂമാലയും കൊണ്ട് അലങ്കരിച്ച തൊട്ടിൽ തളത്തിൽ തൂങ്ങി കമലയുടെ മടിയിൽ ചുവന്ന പട്ടുടുപ്പിനുള്ളിൽ കിടന്നുറങ്ങുകയാണ് കുഞ്ഞ്. കഴുത്തിൽ കുഞ്ഞിനേക്കാൾ വലിയ സ്വർണമാല. വലിയേട്ടത്തി അമ്മയും കമലയുടെ അമ്മയും ചേർന്ന് ആചാരപ്രകാരം കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തി. ബ്രാഹ്മണികൾ താരാട്ടുപാടി. ത്രേതായുഗത്തിൽ ശ്രീരാമനെ ഉറക്കുന്നതിനു വേണ്ടി ദാസികൾ പാടിയിരുന്ന താരാട്ടുപാട്ട്. നാമകരണം ചെയ്യാനുള്ള സമയമായപ്പോൾ വലിയേട്ടത്തിയമ്മ ചോദിച്ചു, എന്തു പേരാണ് വിളിക്കേണ്ടത്? പുതിയ പല പേരുകളും പലരുടെയും നാവിൽ നിന്ന് വീഴുന്നത് കേട്ടു. കമലയുടെ അമ്മ പറഞ്ഞു, കമല തന്നെ പറയട്ടെ, ഏത് പേര് വിളിക്കണമെന്ന്. പേര് തീരുമാനിക്കാനുള്ള അവകാശം അമ്മയ്ക്കല്ലേ? കമല ചെറിയമ്മയുടെ മുഖത്ത് നോക്കി. ചെറിയമ്മ പറയട്ടെ, അവൾ പറഞ്ഞു. അല്പം അകന്നു നിന്നിരുന്ന ജയേട്ടത്തിയമ്മയുടെ ചുണ്ടുകളിൽ പരിഹാസത്തിൽ പൊതിഞ്ഞ ചിരി വിരിയുന്നത് കണ്ടു. അടുത്തു നിന്ന വലിയേട്ടത്തിയമ്മ കമലയുടെ ചെവിയിൽ പിറുപിറുത്തു. ഭ്രാന്തി ചെറിയമ്മയോടാണ് പേര് ചോദിക്കുന്നത്. അസലായി. വന്നു വന്ന് കമലയ്ക്കും ഒരു ബോധമില്ലാണ്ടായോ? കമല അവരെ നീരസത്തോടെ നോക്കി. കാലിന്റെ പെരുവിരലിൽ നിന്നും ദേഷ്യം കയറുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നിന്നും ഒന്നും പറയണ്ടെന്ന് കരുതി മനസ്സിനെ ശാന്തമാക്കി അവൾ കുറെ കൂടി ഉറച്ച ശബ്ദത്തിൽ കുറച്ചുകൂടി സ്നേഹത്തോടെ ചെറിയമ്മയോട് പറഞ്ഞു. ചെറിയമ്മ പറഞ്ഞാൽ മതി ഏത് പേര് വേണമെന്ന്. അതിട്ടാൽ മതി കുഞ്ഞിന്. തളത്തിന്റെ വശത്ത് മാറി നിന്ന സഹോദരന്മാരുടെ മുഖങ്ങളിലും പരിഹാസത്തിന്റെ ഭാവമായിരുന്നു. സദാനന്ദൻ നെറ്റി ചുളിപ്പിച്ച് നീരസത്തോടെ കമലയെ നോക്കി. അവൾ അത് കാണാത്ത ഭാവത്തിൽ തിരിഞ്ഞ് ചെറിയമ്മയെ നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, പറയൂ ചെറിയമ്മേ. ചെറിയമ്മ പറഞ്ഞു, കമല എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പറയാം. ന്യായപ്രകാരം കുഞ്ഞിനിടേണ്ട പേര് അതിന്റെ മുത്തശ്ശിയുടേതാണ്. കാരണവരുടെ ആദ്യ ഭാര്യയുടെ പേര്, അതായത് സദാനന്ദന്റെ അമ്മയുടെ പേര്. മുറിക്കകം നിശബ്ദമായി. ആണുങ്ങളുടെ മുഖത്തെ ആദ്യത്തെ ഭാവം മാഞ്ഞു. ചെറിയമ്മ പറഞ്ഞു, സദാനന്ദന്റെ അമ്മയുടെ പേര് ഗായത്രി ദേവി എന്നായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പേര് വിളിച്ചാൽ മതിയെന്നാണ് കമലേ എന്റെ അഭിപ്രായം. ഇനി നിങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുക. അത് മതി, അത് മതി, കമല പറഞ്ഞു. പേര് വിളിക്കാനുള്ള അധികാരം വലിയേട്ടത്തിയമ്മയ്ക്കാണ്. തൊട്ടിനടുത്ത് ചെന്ന് അവർ കുഞ്ഞിന്റെ ചെവിയോട് മുഖം അടുപ്പിച്ച് 3 പ്രാവശ്യം പേര് വിളിച്ചു. ഗായത്രി ദേവി, ഗായത്രി ദേവി. പിന്നെ പൂവും അക്ഷതവും കുഞ്ഞിന്റെ തലയിൽ ഇട്ട് അനുഗ്രഹിച്ച് അവർ സമ്മാനമായി കൊണ്ടുവന്ന സ്വർണമാലയും വളകളും കുഞ്ഞിനെ അണിയിച്ചു. മധുര പലഹാരങ്ങൾ നിറച്ച താലങ്ങൾ പന്തലിൽ നിരന്നു. സന്തോഷത്തിന്റെ അലകൾ തേക്കുംകാട് മഠത്തെ പുളകമണിയിച്ചു. കുഞ്ഞ് വളരുകയാണ്. ചെറിയമ്മയ്ക്ക് അതിനെ തറയിൽ വെക്കുന്നത് പോലും ഇഷ്ടമല്ല. ജീവിതം മനോഹരമാണെന്ന് കമലയ്ക്ക് തോന്നി തുടങ്ങി. ജീവിതത്തിന് പുതിയ അർത്ഥം കിട്ടിയതുപോലെ. കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ അവൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു. സദാനന്ദൻ ബിസിനസിന്റെ തിരക്കിലാണെങ്കിലും കുഞ്ഞിനെ എടുത്ത് താലോലിക്കാൻ മറക്കാറില്ല. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഉടൻ കുഞ്ഞിനെ എടുത്ത് ലാളിച്ചതിന് ശേഷമേ അയാൾ മറ്റെന്തും ചെയ്യൂ. പൊന്നുമകളെ വളർത്തുന്നതിനിടയിൽ ദിവസങ്ങൾ പിന്നോക്കം പാഞ്ഞു പോകുന്നത് കമല അറിയുന്നില്ല. ഏട്ടന്മാരും മറ്റും പോയതിനു ശേഷം തേക്കുംകാട് മഠത്തിൽ തണം കെട്ടി നിന്നിരുന്ന ഏകാന്തത പാതാളത്തിൽ എവിടെയോ പോയി മറഞ്ഞതുപോലെ ചെറിയമ്മ ദിവസം ചെല്ലുന്തോറും ഒന്നുകൂടി ചെറുപ്പമായി വരികയാണെന്ന് തോന്നുന്നു. എന്തൊരു ചുണ, എന്തൊരു ചുറുചുറുക്ക്. ഇതിനിടയിൽ ഒരു പ്രാവശ്യം നാട്ടിൽ പോയെങ്കിലും
ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സീമന്തിനിയെ ചെന്ന് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ സീമന്തിനിയുടെ കാര്യം ഓർക്കുമ്പോഴുള്ള നേർത്ത വിഷമം മാത്രമേ ഉള്ളൂ കമലയ്ക്ക്. ചെറിയമ്മ സന്തോഷവതിയാണെങ്കിലും ചില ദിവസങ്ങളിൽ അവർ മകളെ ഓർത്ത് കണ്ണീരൊഴുക്കാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും സദാനന്ദനും കമലയും കുഞ്ഞിനെയും കൊണ്ട് വലിയേട്ടന്റെ വീട് സന്ദർശിക്കാറുണ്ട്. വലിയേട്ടത്തിയമ്മ നാൾ ചെല്ലുന്തോറും കൂടുതൽ ഗർഭിഷ്ഠയായി മാറുകയാണെന്ന് കമലയ്ക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവരുടെ 2 ആൺമക്കളുടെയും ഉപനയനം. അത് വലിയേട്ടന്റെ ബംഗ്ലാവിൽ വെച്ച് തന്നെ ആർഭാടത്തോടെ നടത്തി. വളരെ നാളുകൾക്ക് ശേഷം ജയേട്ടത്തി അമ്മയെ കാണുന്നത് അന്നാണ്. അവരുടെ മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർത്തു കഴിഞ്ഞിരുന്നു. ഇളയ കുഞ്ഞും ആൺകുട്ടി തന്നെ. അവരുടെ നിസ്സംഗതയുടെ മാറ്റ് ലേശം പോലും കുറഞ്ഞിട്ടില്ല. വല്ലപ്പോഴും അത്യാവശ്യത്തിന് മാത്രം അവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ കമല മനസ്സിൽ പറഞ്ഞു, വാക്കുകളെ മുത്തുകൾ പോലെ സൂക്ഷിക്കുന്ന സ്ത്രീ. രാമദാസന്റെ ജീവിതം വളരെ സങ്കടകരമാണെന്ന് തോന്നി. ഉപനയന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോളെയും കൊണ്ട് കമല അടുക്കളയിൽ ജാനകിയെ കാണാൻ ചെന്നു. രാമദാസൻ പിന്നാമ്പുറത്തെ ഇളം തിണ്ണയിൽ ഇരിക്കുന്നത് കണ്ടു. തലമുടി വളർന്നു, ജട പിടിച്ചിരിക്കുന്നു. താടി മീശയും വളർന്ന് ആകെ പ്രാകൃതനായിരിക്കുന്നു. ശരീരം തടിച്ചിട്ടുണ്ടെങ്കിലും മുഖത്തെ വിളർച്ച പടർന്നു കയറിയിട്ടുണ്ട്. ആ രൂപം കമലയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷത്തിൽ വലിയ വിള്ളൽ സൃഷ്ടിച്ചു. അവൾ ജാനകിയോട് രഹസ്യമായി ചോദിച്ചു, രാമദാസേട്ടനെ നോക്കാറുണ്ടോ ഇവർ കാര്യമായിട്ട്? അവർ 4 വശത്തും നോക്കി അടുത്താരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എന്തു പറയാനാ കമലക്കുഞ്ഞെ, ആഹാരം ഞാൻ കൃത്യസമയത്ത് വിളിച്ച് വയറ് നിറയെ കൊടുക്കാറുണ്ട്. പക്ഷേ വലിയേട്ടന്റെ തല്ലുകൊള്ളാത്ത ദിവസമില്ല കുഞ്ഞെ. വന്ന് വന്ന് ആ പാവത്തിനെ തല്ലുന്നത് ഒരു വഴിപാട് പോലെ ആയിത്തീർന്നിട്ടുണ്ട്. കമലയ്ക്ക് വിഷാദം തോന്നി. എന്തിനാണ് തല്ലുന്നത്? മുകളിലത്തെ മുറികളും താഴത്തെ മുറികളുമെല്ലാം നിത്യവും തുടയ്ക്കണം, കാർ തുടച്ചു മിനുക്കണം. അതിലൊക്കെ എന്തെങ്കിലും പാകപ്പിഴ അവരൊക്കെ കണ്ടുപിടിക്കും. പിന്നെ അടുത്ത പടി തല്ലാണ്. കണ്ണും മൂക്കും നോക്കാതെയുള്ള അടി കാണുമ്പോൾ ഞാൻ കണ്ണു പൊത്താറുണ്ട്. ഈയിടെയായി രാത്രി നിർത്താതെ ചുമയ്ക്കുന്നത് കേൾക്കാം. ആര് ഗൗനിക്കാനാ കുഞ്ഞെ? ഞാൻ ഇന്നലെ വലിയേട്ടത്തിയമ്മയോട് പറഞ്ഞു എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. കേട്ട ഭാവം പോലും കാണിച്ചില്ല. ആ മക്കളാണെങ്കിലോ, അവർക്ക് ഈ പാവത്തിനെ കുരങ്ങ് കളിപ്പിക്കാനേയുള്ളൂ നേരം. കുഞ്ഞിനെയും കൊണ്ട് കമല തിണ്ണയിലിറങ്ങി. അവളെ കണ്ടയുടനെ രാമദാസൻ ചിരിച്ചു. കമല ചോദിച്ചു, രാമദാസേട്ടൻ എന്താ ഇങ്ങനെ തലമുടിയും താടിയും ഒക്കെ വളർത്തിയിട്ട്? മുടി വെട്ടിച്ച് കളയണം. ദാ കണ്ടില്ലേ എന്റെ മോള് പേടിച്ചു നോക്കുന്നത്, ഈ താടിയും മീശയും ഒക്കെ കണ്ട്. മുടി വെട്ടിക്കാൻ എന്നെ കൊണ്ടുപോവില്ല വലിയേട്ടൻ. ഏതാ ഈ കൊച്ച്? എന്റെ മോളാ. അയാൾ ചിരിച്ചു. പേരുണ്ടോ ഈ കുട്ടിക്ക്? പിന്നെ പേരില്ലാണ്ടിരിക്കോ? ഗായത്രി ദേവി എന്നാ പേര്. അവർ കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അയാൾ പറയുന്നത് കേട്ടു. സദാനന്ദന്റെ ഭാര്യ എന്നെ കൂടെ കൊണ്ടുപോകുമോ നിങ്ങളുടെ വീട്ടിലേക്ക്? ഞാൻ അവിടെ ചായ്പിൽ കിടന്നോളാം. അമ്മയുടെ കട്ടിലില് എന്നെ കൂടെ കൊണ്ടുപോകാമോ? നാളികേരം പൊതിച്ചിടാം. പിന്നെ കാറൊക്കെ തുടച്ചു തരാം. ചെമ്പകപ്പൂവ് പറിച്ചു തരാം. രാമദാസേട്ടന് ഇഷ്ടമില്ലേ ഇവിടെ നിൽക്കാൻ? വലിയേട്ടൻ എന്നെ തല്ലും, എന്നും തല്ലും. എനിക്ക് പേടിയാ വലിയേട്ടനെ. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കട്ടെ ഞാൻ? എനിക്ക് അവിടെ അമ്പലത്തിലൊക്കെ പോവാലോ. ഇവിടെ പുറത്തിറങ്ങിയാൽ വലിയേട്ടൻ തല്ലും. കമലയ്ക്ക് വിഷമം തോന്നി. എന്താണ് പറയേണ്ടത്? ഭർത്താവിനോട് ഇക്കാര്യം പറയാൻ പോലും പറ്റില്ല. അവൾ മറുപടിയൊന്നും പറയാതെ അയാളെ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. സദാനന്ദൻ കുടുംബത്തെയും കൊണ്ട് ബന്ധുവീടുകളിലൊന്നും ചെല്ലുന്നില്ലെന്ന പരാതി പലരിൽ നിന്നുമുണ്ടായി. ആ പരാതി തീർക്കാൻ വേണ്ടി അയാൾ കമലയെയും കുഞ്ഞിനെയും കൊണ്ട് എല്ലാ വീടുകളും സന്ദർശിക്കാൻ പരിപാടിയിട്ടു. 2-3 ആഴ്ചത്തെ പരിപാടി. കമല പറഞ്ഞു, നമ്മൾ തിരിച്ചു വരുന്നത് വരെ രാമദാസേട്ടനെ ഇവിടെ കൊണ്ട് നിർത്താം. ചെറിയമ്മയ്ക്ക് ഒരു കൂട്ടാവുമല്ലോ. ഇന്നാള് വലിയേട്ടന്റെ വീട്ടിൽ വെച്ച് അയാൾ എന്നോട് കെഞ്ചി ചോദിച്ചു നമ്മുടെ കൂടെ വരട്ടെ എന്ന്. നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ കൊണ്ടുവിടാം. വേണ്ട, വിളിക്കണ്ട. പിന്നെ ആ മന്ദനും എൻ്റെ തലയിലാവും. ചെറിയമ്മ വേണമെങ്കിൽ വേലക്കാരിയെ കൂട്ടിന് നിർത്തട്ടെ. പിന്നെ വീണ്ടും അക്കാര്യം ചോദിക്കാൻ കമലയ്ക്ക് ധൈര്യം തോന്നിയില്ല. മൂത്ത സഹോദരിമാരുടെ വീടുകളിലും സേതുവേട്ടന്റെ വീട്ടില് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ നാട്ടിലും പോവുകയും ഓരോ വീട്ടിലും 1-2 ദിവസം തങ്ങുകയും ചെയ്തു.
എന്തായാലും എല്ലാ വീടുകളും സന്ദർശിച്ച സ്ഥിതിക്ക് കമലയുടെ വീട്ടിലും പോകാമെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അവൾക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എത്ര നാളായി അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കണ്ടിട്ട്. അപ്രതീക്ഷിതമായി കമലയെയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ അവർക്കൊക്കെ വളരെയേറെ സന്തോഷം തോന്നി. ഗായത്രിയെ എല്ലാവരും മാറി മാറി എടുത്ത് ലാളിച്ചു. അകത്തെ കൊച്ചുമുറിയിൽ വെച്ച് അച്ഛനോട് രഹസ്യമായി കമല ചോദിച്ചു, "അച്ഛാ, നാഗമഠത്തിൽ പോയിരുന്നോ ഈയിടെ എങ്ങാനും?" അച്ഛൻ സ്വരം താഴ്ത്തി പറഞ്ഞു, "ഇക്കഴിഞ്ഞ നാഗപഞ്ചമിക്ക് പോയിരുന്നു. ആ പെൺകുട്ടി രണ്ടാമത് പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. 7-8 മാസമായി കാണും. ആ കുഞ്ഞിന് എന്തോ കാര്യമായ അസുഖമുണ്ടെന്ന് തോന്നുന്നു. മരുന്നിന് തന്നെ കണ്ടമാനം പണം ചെലവാകുന്നുണ്ട്. അങ്ങ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂടെ കൂടെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു." അയാളുടെ വരുമാനം കൊണ്ട് വലിയ ബുദ്ധിമുട്ടല്ലാതെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവർ. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു കഷ്ടകാലം. ഒരു സഹായം എങ്ങുനിന്നും കിട്ടാനുമില്ല, അതെയോ? കമല ദൈന്യഭാവത്തിൽ ചോദിച്ചു. "മൂത്ത കുട്ടി എങ്ങനാ?" "സമർത്ഥനാണ്, നല്ല കുട്ടി," അച്ഛൻ പറഞ്ഞു. കമല സങ്കടപ്പെട്ടു. "എന്ത് ചെയ്യാനാണച്ഛാ? എനിക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ കൈവശം പണമൊന്നുമില്ല." കമലയുടെ മനസ്സ് ആകുലമായി തുടങ്ങി. കുറച്ച് പണം കൊടുത്ത് സീമന്തനിയെ സഹായിക്കണമെന്നുണ്ട്. അവൾക്ക് അവകാശപ്പെട്ട സ്വത്തും കൂടി അനുഭവിക്കുന്നത് കൊണ്ടാണ് തങ്ങൾക്ക് ഇത്ര ആർഭാടമായി ജീവിക്കാൻ കഴിയുന്നത്. അവൾ ദാരിദ്ര്യ ദുഃഖത്തിലാണല്ലോ എന്നോർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത നൊമ്പരം ഉണ്ടാകുന്നു. മനസാക്ഷി കുറ്റപ്പെടുത്തുന്നത് പോലെ. കാപ്പി കുടിച്ചു കഴിഞ്ഞ് സദാനന്ദൻ മോളെ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കമല പറഞ്ഞു, "ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തരുമോ? തന്നില്ലെങ്കിലും ദേഷ്യപ്പെടരുത്." "വെറുതെ ദേഷ്യപ്പെടാൻ ഭ്രാന്തുണ്ടോ എനിക്ക്? എന്താണ് വേണ്ടതെന്ന് പറ." "എനിക്ക് ഒരു 2000 രൂപ വേണം." "എന്തിനാണ് നിനക്കിപ്പോൾ 2000? ഇവിടെ വല്ല ആവശ്യത്തിനുമാണോ? അച്ഛനോ മറ്റോ കൊടുക്കാനാണോ? ആണെങ്കിൽ മടിക്കാതെ പറ. 2000-ഓ കൂടുതലോ നമുക്ക് കൊടുക്കാം." "ഏയ്, അച്ഛന് കൊടുക്കാനൊന്നുമല്ല." "പിന്നെ?" അവൾ ഒന്നും പറയാതിരുന്നത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, "ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ് എൻ്റെ പ്രമാണം." "അതുതന്നെയാണ്." "എന്തിനെന്ന് പറ നീ." "ഭർത്താവിനോട് കള്ളം പറയുന്നത് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ സത്യം തുറന്നു പറയാൻ നിവൃത്തിയില്ലെന്നിരിക്കെ എന്താണ് പറയേണ്ടതെന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു. പിന്നെ പറഞ്ഞു, "എനിക്ക് അടുത്ത ഒരു സ്നേഹിതയുണ്ട്, ദുർഗ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവളുടെ കത്ത് വരാറുണ്ടെന്നറിയാമല്ലോ. ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ് അവൾക്കെന്നറിഞ്ഞു. ഭർത്താവിന് ജോലിയൊന്നും ഇല്ലത്രേ. ഒരു കുഞ്ഞിന് എന്തോ സുഖക്കേടുമുണ്ടെന്ന്. ചികിത്സിക്കാനുള്ള പണശേഷിയില്ല. അവളെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്." "അത് പറഞ്ഞാൽ പോരെ?" "ബ്രീഫ് കേസിന്റെ സൈഡ് പോക്കറ്റിൽ രൂപയുണ്ട്, എടുത്തു കൊടുക്ക്." "ഒന്നുകൂടി പറയട്ടെ, ഇത് കടമായിട്ടല്ല, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട." അയാൾ ചിരിച്ചു. "ശരി, അത് ഞാൻ എഴുതിത്തള്ളാം, പോരെ? നമുക്കൊരു മകളെ കിട്ടിയ സന്തോഷത്തിന്റെ പേരിൽ കൊടുത്തതാണെന്ന് കരുതാം. എന്താ?" കമലയ്ക്ക് സന്തോഷമായി. പണമെടുത്ത് ആരും അറിയാതെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ പറഞ്ഞു, "സമയം കിട്ടുമ്പോൾ ഒരു ദിവസം അച്ഛൻ നാഗമഠത്തിൽ പോകണം. 2000 രൂപയുണ്ട്. ഞാൻ തന്നതാണെന്ന് പറയണം. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുക്കാനാണെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അടുത്തയാഴ്ച ഞാൻ പോകാം." കമലയുടെ മുഖത്ത് നോക്കി അച്ഛൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, "ഇതൊരു പുണ്യപ്രവൃത്തിയാണ് കുട്ടി. ഇത്രയുമെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നോർത്ത്." കമല ആശ്വാസത്തോടെ നിശ്വസിച്ചു. അധ്യായം 46. വർഷങ്ങൾ ഗതകാലത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. തടസ്സമില്ലാതെ ഒഴുകുന്ന നദി കണക്കെ കമലയുടെ ജീവിതം മുന്നോട്ട് നീങ്ങി. വിഷ്ണു ക്ഷേത്രത്തിൽ അനവധി രഥോത്സവങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് കമല വീണ്ടും ഒരു പെൺകുട്ടിയെ കൂടി പ്രസവിച്ചു. ഗായത്രിയും ലക്ഷ്മിയും ചെറിയമ്മയുടെ ഓമനക്കിടാങ്ങളാണ്. കമലയോടുള്ളതിനേക്കാൾ അടുപ്പം കുട്ടികൾക്ക് ചെറിയമ്മയോടുണ്ട്. സദാനന്ദൻ വല്ലാത്ത തിരക്കിലാണ് എല്ലായ്പ്പോഴും. വലിയേട്ടന് രക്തസമ്മർദ്ദത്തിന്റെ അസുഖം തുടങ്ങിയിരിക്കുന്നുവത്രേ. അതിനാൽ ബിസിനസ് സംബന്ധമായ യാത്രകളൊക്കെ സദാനന്ദൻ തന്നെയാണ് നടത്തുന്നത്. രഥോത്സവ നാളിലല്ലാതെ വലിയേട്ടത്തിയമ്മ തേക്കുംകാട് മഠത്തിൽ വരാറേയില്ല. അവരുടെ വല്ലാതെ സ്ഥൂലിച്ചുപോയ ശരീരം വലിച്ചുകൊണ്ട് നടക്കാൻ തന്നെ ഇപ്പോൾ അവർക്ക് പ്രയാസമായിരിക്കുന്നു. അവരുടെ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞതോടെ അമ്മായിയമ്മയുടെ ഗൗരവവും അവരുടെ മുഖത്ത് വരുത്തിയിട്ടുണ്ട്. കമലയും വല്ലപ്പോഴും മാത്രമേ വലിയേട്ടന്റെ വീട്ടിൽ പോകാറുള്ളൂ. രാമദാസൻ മരിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാൻ തോന്നാറേയില്ല. അയാളുടെ അവസാന നാളുകൾ വളരെ സങ്കടകരമായിരുന്നു. ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണു നിറയാറുണ്ട്.
ഒപ്പം ആശ്വസിക്കാറുമുണ്ട്. അവസാനിച്ചല്ലോ അയാളുടെ വേദന നിറഞ്ഞ ഈ ജന്മം. വലിയേട്ടന്റെയും മക്കളുടെയും തല്ലും വലിയേട്ടത്തിയമ്മയുടെ ശകാരവും ഏറ്റുകൊണ്ട് ദീർഘകാലം ജീവിക്കാത്തത് തന്നെ നന്നായെന്ന് തോന്നും. കാലമെത്തുന്നതിനു മുമ്പ് അയാൾ മരിച്ചത് വേണ്ട ചികിത്സയും ശുശ്രൂഷയും കിട്ടാഞ്ഞിട്ട് തന്നെ. പാവം, സ്വന്തം ആവശ്യം മറ്റുള്ളവരോട് പറയാൻ അറിയാൻ കഴിയാത്ത ഒരു ജീവി. രോഗം ബാധിച്ച് ചാകാൻ കിടക്കുന്ന ഒരു നായയെ പോലെ 5-6 ദിവസം അയാൾ അടുക്കളയുടെ വശത്തുള്ള ഒരു മുറിയിൽ കിടന്നുവത്രേ. ജാനകി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശുശ്രൂഷിക്കാൻ. വലിയേട്ടൻ എന്തൊക്കെയോ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അവസാനമൊക്കെ കൊടുത്തിരുന്നു പോലും. പക്ഷേ അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ഞായറാഴ്ച മധ്യാഹ്ന സമയത്ത് ഭർത്താവിന് വലിയേട്ടന്റെ ഫോൺ വന്നു. രാമദാസൻ മരിച്ചു എന്നായിരുന്നു വാർത്ത. ചെറിയമ്മ എങ്ങും പോവുക പതിവില്ലെങ്കിലും അന്ന് കമലയോടൊപ്പം വലിയേട്ടന്റെ വീട്ടിൽ പോയി. രാമദാസനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അയാളുടെ കൈകാലുകൾ നീര് കയറി വീർത്തിരുന്നു. കവിളിനും ചുണ്ടുകൾക്കും വാഴപ്പിണ്ടിയുടെ നിറമായിരുന്നു. നെഞ്ചിൽ വാരിയെല്ലുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. അതിനെ ചുറ്റി പണ്ടെന്നോ കെട്ടിയ അഴുക്കിൽ പൊതിഞ്ഞ് പൂണൂലും ഉണ്ടായിരുന്നു. ഇന്നും ആ രൂപം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. ശരീരത്തിനരികിൽ ഇരിക്കാൻ ആരുമില്ലായിരുന്നു. കണ്ണീർ വീഴ്ത്താനും ആരുമുണ്ടായിരുന്നില്ല. ജഡം ഉയർത്തിയപ്പോൾ ചെറിയമ്മ മാത്രം കണ്ണുകൾ ഒപ്പുന്നത് കണ്ടു. ചെറിയമ്മ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, രാമദാസനെ ആ ദ്രോഹികളുടെ കൂടെ അയച്ചില്ലായിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മംഗലാപുരത്ത് നിന്ന് സേതുവേട്ടൻ മാത്രമേ രഥോത്സവത്തിന് വരാറുള്ളൂ. ജയേട്ടത്തിയമ്മയ്ക്ക് 3 മക്കളുണ്ടിപ്പോൾ. ഫോൺ ചെയ്യുകയോ കത്തയക്കുകയോ പോലുമോ അവർ ചെയ്യാറില്ല. കമല ചിലപ്പോൾ ഫോണിലൂടെ ക്ഷണിക്കാറുണ്ട്. നിസ്സംഗത നിറഞ്ഞ മറുപടിയായിരിക്കും അങ്ങേ തലക്കിൽ നിന്ന് കിട്ടുക. തേക്കുംകാട് മഠവുമായുള്ള അവരുടെ ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചതുപോലെയായി. സീമന്തനെയും രവീന്ദ്രനും പിന്നെ ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടേയില്ല. രവീന്ദ്രന്റെ വലിയച്ഛൻ മരിച്ചു. അയാൾക്ക് വരാൻ ബന്ധുവീടുകളൊന്നുമില്ല. സീമന്തനിയുടെ കാര്യം പറയുന്നത് പോലും സദാനന്ദന് വെറുപ്പാണെന്നിരിക്കെ അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്ന കാര്യം ചിന്തിക്കാൻ കൂടി നിവൃത്തിയില്ല. അവളുടെ മൂത്ത മകനിപ്പോൾ 15 വയസ്സ് പ്രായം കാണും. ഇളയ പെൺകുട്ടിയെ കമല കണ്ടിട്ടേയില്ല. മക്കൾ 2 പേരും സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ സ്വന്തം നാട്ടിൽ പോലും പോകാൻ കമലയ്ക്ക് സൗകര്യം കിട്ടാറില്ല. സീമന്തനിയുടെ കത്ത് ഇടയ്ക്കിടെ വരാറുണ്ട്. ദുർഗ എന്ന പേര് വെച്ചാണ് ഇപ്പോഴും അവൾ എഴുതുന്നത്. അവളുടെ മകൾ ഒരു ഹൃദ്രോഗിയാണെന്ന് കത്തിൽ നിന്ന് അറിഞ്ഞു. 4-5 വരികളെ അവൾ എഴുതാറുള്ളൂ. വല്ലപ്പോഴും മറുപടി അയക്കാറുണ്ട്. കമലയും ചെറിയമ്മയും ഒഴികെയുള്ള മറ്റെല്ലാ ബന്ധുക്കളുടെയും മനസ്സിൽ നിന്ന് അവൾ പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. ചെറിയമ്മ വല്ലപ്പോഴും കണ്ണീർ വീഴ്ത്തുന്നത് മകളെ ചൊല്ലി മാത്രമാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഒരുക്കുകയാണ് കമല. പട്ടണത്തിലെ കോൺവെന്റ് സ്കൂളിൽ അവർ പഠിക്കുന്നു. ഗായത്രിയുടെ മുടി പിന്നിക്കൊടുക്കുമ്പോഴെല്ലാം സീമന്തനിയുടെ ഓർമ്മ വരും. ഇതുപോലെ ഭംഗിയുള്ള മുടിയായിരുന്നു അവളുടേതും. കുട്ടികളുടെ ഉച്ചഭക്ഷണം പാത്രങ്ങളിലാക്കി ചെറിയമ്മ അവരുടെ ബാഗിനുള്ളിൽ വെച്ചു കൊടുത്തു. അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്ന ഡ്രൈവർ കുറെ കത്തുകൾ കമലയുടെ കയ്യിൽ ഏൽപ്പിച്ചു. വഴിയിൽ വെച്ച് പോസ്റ്റ്മാൻ തന്നതാണ്. ഒന്നൊഴികെ ബാക്കിയെല്ലാം ഭർത്താവിനുള്ളതാണ്. അവൾക്കുള്ള കത്ത് മാത്രം കയ്യിലെടുത്ത് ബാക്കി ഭർത്താവിന്റെ മേശപ്പുറത്ത് വെച്ചു. കത്ത് സീമന്തനിയുടേതാണെന്ന് കൈപ്പട കണ്ടപ്പോഴേ മനസ്സിലായി. അവൾ വേഗം കത്ത് തുറന്നു വായിച്ചു. എന്റെ മകൻ വേണുവിന്റെ ഉപനയനം ഈ മാസം 12-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കമല ചേച്ചി മക്കളെയും കൊണ്ടുവരണം. പറ്റുമെങ്കിൽ ചേച്ചിയുടെ ചെറിയമ്മയും കൂടെ കൊണ്ടുവരണം. എന്തായാലും കമല ചേച്ചിയെങ്കിലും തീർച്ചയായും വരണം. ഞങ്ങൾ കാത്തിരിക്കും. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. കണ്ടിട്ട് എനിക്ക് ധാരാളം സംസാരിക്കാനുണ്ട്. മക്കളെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ ഓമനകളെ ഞാൻ ഒന്ന് കാണട്ടെ. ഞാൻ കാത്തിരിക്കും. ഉപനയനത്തിന്റെ തലേന്ന് തന്നെ എത്താൻ ശ്രമിക്കണം. ദുർഗ. സീമന്തനിയുടെ കത്ത് വായിച്ചു തീരുമ്പോഴെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുക പതിവാണ്. വരികളിൽ ഒന്നും വ്യക്തമാക്കാറില്ലെങ്കിലും വരികളുടെ ഇടയിലെല്ലാം ദുഃഖം പതിയിരിക്കുന്നത് താൻ കാണാറുണ്ട്. സദാനന്ദൻ കുളി കഴിഞ്ഞുവെന്ന് തനിക്കുള്ള കത്തുകളെല്ലാം വായിച്ചു നോക്കി. കമലയ്ക്ക് ആരുടെ കത്താണ് വന്നിരിക്കുന്നതെന്നും അയാൾ ഇപ്പോൾ അന്വേഷിക്കാറില്ല. ബിസിനസ് കാര്യത്തിലും സ്വന്തം കുടുംബകാര്യത്തിലും മാത്രമേയുള്ളൂ ശ്രദ്ധ. കത്ത് മടക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അയാളോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരിയുടെ കത്താണ്, ദുർഗയുടെ. അയാൾ ഒരുങ്ങുന്നതിനിടയിൽ മൂളി.
അവളുടെ മകന്റെ ഉപനയനമാണത്രേ 12-ാം തീയതി. എന്നെ പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നു. മക്കളെയെല്ലാം കൊണ്ട് ചെല്ലണമെന്നും. എൻ്റെ ഒരേയൊരു കൂട്ടുകാരിയാണല്ലോ അവൾ. ആത്മാർത്ഥ സ്നേഹിത. പോകണമെന്നാഗ്രഹമുണ്ട്. പൊയ്ക്കോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരം കൂടി പോകണം. നീ പൊയ്ക്കോ. ഡ്രൈവറോട് നേരത്തെ പറയാം. ഞാൻ എന്തായാലും അടുത്തയാഴ്ച ബോംബെക്ക് പോവുകയാണ്. 2-3 ആഴ്ച കഴിഞ്ഞേ മടങ്ങൂ. കമലയ്ക്ക് സന്തോഷമായി. ലേശം മുൻകോപമുണ്ടെന്നല്ലാതെ തൻ്റെ ഒരാഗ്രഹത്തിനും തടസ്സം നിൽക്കാറില്ല അദ്ദേഹം. സ്നേഹനിധിയാണ്. പക്ഷേ സ്വന്തം കുടുംബത്തെ മാത്രമേ സ്നേഹിക്കൂ എന്നേയുള്ളൂ. സീമന്തനിയുടെ കാര്യം മാത്രം താൻ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചെറിയമ്മയോട് ഇപ്പോഴും അയാൾ യാതൊന്നും സംസാരിക്കാറില്ലെന്നതും കമലയിൽ നേർത്ത വിഷമം ജനിപ്പിക്കാറുണ്ട്. തലമുടി ചികവെ അയാൾ പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാം. സ്വന്തം വീട്ടിൽ പോകുന്നെന്ന് കരുതി കണ്ടമാനം ലീവെടുത്ത് കുട്ടികളുടെ പഠിത്തം കളയരുത്. ചടങ്ങ് കഴിഞ്ഞാലുടൻ ഇങ്ങോട്ട് മടങ്ങണം. ശരി. പിന്നെ ആ കുട്ടിക്ക് എന്താ ഭിക്ഷയിടുക? എന്തെങ്കിലും കൊടുക്ക്. നിനക്കിഷ്ടമുള്ളത് രൂപയായിട്ടോ സ്വർണമായിട്ടോ കൊടുക്ക്. 1 പവന്റെ ഒരു മോതിരം തന്നെ വാങ്ങിച്ചു കൊണ്ടുപോ. നിന്റെ ഒരേയൊരു കൂട്ടുകാരിയാണല്ലോ. തേക്കുംകാട് മഠത്തിൽ നിന്നും മോശപ്പെട്ട സംഭാവന ഒരിക്കലും കൊടുത്തിട്ടില്ല. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പതിവ് പോലെ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പതിവ് വാചകം പറഞ്ഞു. ഞാൻ പോയി വരട്ടെ എൻ്റെ സുന്ദരി. അവൾ ഓർത്തു, താൻ വൃദ്ധയായാലും അദ്ദേഹം തന്നെ ഇങ്ങനെയേ വിളിക്കൂ. ചിലപ്പോഴൊക്കെയുള്ള സംസാരം കേട്ടാൽ കല്യാണം കഴിച്ച് തന്നെ ഇപ്പോഴിങ്ങ് കൊണ്ടുവന്നതേയുള്ളൂ എന്ന് തോന്നും. തൻ്റെ തലയിൽ 2-3 വെള്ളി മുടിയിഴകൾ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം കണ്ടു കാണില്ല. ഭർത്താവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ അടുക്കളയിൽ ചെന്നു. ചെറിയമ്മ നേന്ത്രക്കായ വട്ടത്തിലരിയുകയാണ്. കമലയെ കണ്ടപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മി മോൾ കൽപ്പനയിട്ടിരിക്കുകയാണ് വൈകുന്നേരം വരുമ്പോൾ കായ വറുത്ത് വെക്കണമെന്ന്. കമല പറഞ്ഞു. ചെറിയമ്മ താളത്തിനൊത്ത് തുള്ളുമെന്നറിയാം അവൾക്ക്. ചെറിയമ്മ പുഞ്ചിരിച്ചു. തപസ്സിരുന്നുണ്ടായ മക്കൾ. അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ? ഈ വീടിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് അവർ 2 പേരുമല്ലേ? കമല ചെറിയമ്മയുടെ ചുമലിലൂടെ കൈ തൂക്കിയിട്ട് പറഞ്ഞു. ചെറിയമ്മേ, ഒരു വിശേഷം പറയട്ടെ. സീമന്തനിയുടെ കത്തുണ്ട്. അവളുടെ മകൻ്റെ പൂണൂൽ കല്യാണമാണെന്ന്. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ സന്തോഷവും ഉത്കണ്ഠയും നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഓ, പോകുമോ നീ? സദാനന്ദൻ അറിയാതെ പോകാൻ പറ്റുമോ? പോകും ഞാൻ. കുട്ടികളെയും കൊണ്ടുപോകും. പക്ഷേ എൻ്റെ സ്നേഹിതയുടെ മകൻ്റെ ഉപനയനം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് കള്ളമല്ലല്ലോ ചെറിയമ്മേ. സീമന്തനി എൻ്റെ സ്നേഹിതയും കൂടിയായിരുന്നല്ലോ. അല്ലെങ്കിലും അന്യർക്ക് ദോഷമുണ്ടാകാതെ കളവ് പറയുന്നത് തെറ്റില്ല കമലേ. ഗായത്രിയുടെ അച്ഛൻ ബോംബെക്ക് പോവുകയാണ്. 2-3 ആഴ്ച കഴിഞ്ഞേ മടങ്ങി വരൂ. ഉപനയനത്തിന് കുട്ടികളെയും കൊണ്ട് കാറിൽ പോകാൻ അനുവാദം തന്നിട്ടുണ്ട്. ചെറിയമ്മ വരുന്നോ എൻ്റെ കൂടെ? എൻ്റെ വീട്ടിലും പോകാം. അവിടുന്ന് സീമന്തനിയുടെ വീട്ടിലും പോകാം. അവളെയും മക്കളെയും ഒക്കെ കാണാം. അവിടെയാണ് പോയതെന്ന് ഇവിടുത്തെ നമ്മുടെ ബന്ധുക്കളാരും അറിയാതിരുന്നാൽ മതി. ചെറിയമ്മ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ വരുന്നില്ല കമലേ. ഈ വീട് എന്തായാലും പൂട്ടിയിടണ്ട. വിളക്ക് കത്തിക്കാതിരിക്കണ്ട. ഞാൻ ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ പൂജാമുറി ഇരുട്ടിലാവാൻ ഞാൻ അനുവദിക്കില്ല. മാത്രമല്ല കുട്ടി, അവൾ എന്നോട് ചോദിക്കാതെയും പറയാതെയും അനുവാദം വാങ്ങാതെയുമാണ് ഇറങ്ങിപ്പോയത്. ഏത് കാലത്താണോ അവൾ ഭർത്താവും മക്കളുമൊത്ത് ഇവിടെ എന്നെ കാണാൻ വരുന്നത് അന്ന് കണ്ടാൽ മതി എനിക്കവളെ. അങ്ങനെയൊരു ദിവസം വന്നില്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടായ വംശത്തെ കാണാൻ വിധിയില്ലെന്നോർക്കും ഞാൻ. അവർ ജോലി തുടർന്നു. അക്ഷമയോടെയാണ് കമല ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്. ജന്മഗൃഹത്തിൽ പോകാമെന്നുള്ള സന്തോഷം, സീമന്തനിയെയും കുടുംബത്തെയും കാണാനുള്ള ആകാംക്ഷ. സദാനന്ദൻ ബോംബെക്ക് പോയതിൻ്റെ പിറ്റേന്ന് തന്നെ കമലയും മക്കളും നാട്ടിൽ പോകാൻ ഒരുങ്ങി. യാത്ര പറഞ്ഞപ്പോൾ ചെറിയമ്മ ഒരു കൊച്ചുപൊതി കമലയുടെ ഉള്ളംകൈയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, കമലേ, സീമന്തനിയുടെ മോൻ്റെ ഭിക്ഷാപാത്രത്തിൽ അവൻ്റെ അമ്മൂമ്മയുടെ ഭിക്ഷയായി ഇത് ഇട്ടുകൊടുക്കൂ. എന്താണിത്? സീമന്തനിയുടെ അച്ഛൻ്റെ മോതിരമാണ്. മരിക്കുന്നതിന് മുമ്പ് ഇത് ഊരി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ചെറുമകൾ ഉണ്ടാകുമ്പോൾ കൊടുക്കാനായി എന്ന്. എൻ്റെ അനുഗ്രഹം അവനുണ്ടെന്ന് നീ പറയണം. കൊടുക്കാം, പറയാം. ചെറിയമ്മ പുഞ്ചിരിയോടെ തന്നെ ചേലത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചു. പോയി വാ നിങ്ങൾ. ഇവിടെ എനിക്ക് കൂട്ടുനിൽക്കാൻ വേലക്കാരി വരും. കമലയും മക്കളും കാറിൽ പോകുന്നത് കണ്ണിൽ നിന്നും മറയുന്നത് വരെ ചെറിയമ്മ നോക്കി നിന്നു. അടുത്ത ഭാഗം നാളെ.